എന്റെ സീസണിൽ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ബിക്കോസ് ഭയങ്കരമായിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് ഇപ്രാവശ്യം കയറിയവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ PR വെക്കത്തില്ലെങ്കിൽ എന്റെ അവസ്ഥയാവും എന്നുള്ളത്. ഇപ്പം ജാസ്മിന്റെ ഇപ്പൊ കഴിഞ്ഞ സീസൺ എടുത്ത് പറയുകയാണെങ്കിൽ ജാസ്മിനെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ എന്നെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. PR വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ ബിഗ് ബോസിനും PR വർക്ക് നല്ലോണം കളിക്കുന്നവർക്ക് കുറെ പേര് ഔട്ട് ആവുന്നില്ല. എല്ലാ ബിഗ് ബോസിലും PR വർക്ക് ഉണ്ടാവോ? എന്റെ സീസണിൽ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ബിക്കോസ് ഭയങ്കരമായിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ ഭാഗം സംസാരിക്കാനായിട്ട് പുറത്ത് എനിക്കാരും ഇല്ലായിരുന്നു. അപ്പം ശരിക്കും ഇതിനകത്തോട്ട് ഇപ്രാവശ്യം കയറിയവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ PR വെക്കത്തില്ലെങ്കിൽ എന്റെ അവസ്ഥയാവും എന്നുള്ളത്. എല്ലാവർക്കും PR ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, മിക്കവർക്കും അതിനകത്ത് PR ഉണ്ട്. അക്ബറിന്റെ പരിപാടിയില്ല, അത് നടക്കട്ടെ. PR ഇല്ലാതെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂലെന്നാണോ? അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് സത്യമല്ലേ, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സത്യസന്ധമായിട്ട് നിൽക്കുന്നവർക്ക് അവിടെ എന്തോ സത്യസന്ധമായിട്ട് നിൽക്കുന്നവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കാനായിട്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഈ PR എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേഴ്സണൽ അറ്റാക്ക് ചെയ്യും, മനസ്സിലായില്ലേ? അതായത് ബേസിക്കലി ഇപ്പൊ ഒരാളുടെ നല്ല കാര്യം ഹൈലൈറ്റ് ചെയ്ത് പോകുന്നതിനോട് പ്രശ്നമില്ല. വെൻ ഇറ്റ് ബിക്കംസ് വെരി ടോക്സിക്, അതായത് ഇപ്പം ജാസ്മിന്റെ ഇപ്പൊ കഴിഞ്ഞ സീസൺ എടുത്ത് പറയുകയാണെങ്കിൽ ജാസ്മിനെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ എന്നെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ഡീഫെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സീസൺ നോക്കുകയാണെങ്കിൽ അനുമോള് ശരിക്കും പറഞ്ഞാൽ PR പുള്ളിക്കാറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ പോലും ഒരുപാട് പേര് അനുമോള് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര മോശമായിട്ട്. ഇപ്പം മസ്താനി പുറത്തിറങ്ങി, മസ്താനിനെ ആണെങ്കിൽ പോലും ഒരുപാട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അവരവിടെ കളിക്കുന്ന രീതിയിൽ കളിക്കട്ടെ. പ്രേക്ഷകരാവണം PR എന്ന് പറയുന്നത്, അല്ലേ? എന്റെ PR എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ തന്നെയായിരുന്നു. എന്തോ അല്ല, ഫേക്ക് അക്കൗണ്ട്സ് എത്രമാത്രം ഇതാണ്, എല്ലാം പ്ലാൻഡ് ആയിട്ട് കുറെ നടക്കുന്ന പ്ലാൻഡ് ആയിട്ടാണ് നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലർക്കും അത് തോന്നി. നിങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ എന്റെ ഭാഗമായിട്ട്. നിവിന്റെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാ? നല്ല ഗെയിം അല്ലേ? അനുമോളുമായിട്ടുള്ള ബേസിക്കലി